നമസ്കാരം. നമ്മുടെ മാത്സ് ക്ലാസ് അഗെയിൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സബ്സെറ്റ് എന്നുള്ള കൺസെപ്റ്റാണ് പറഞ്ഞത്. എന്താണ് സബ്സെറ്റ് എന്ന് പറഞ്ഞു. സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എ എന്ന സെറ്റ് ബി എന്ന സെറ്റിൻ്റെ സബ്സെറ്റ് ആകണമെങ്കിൽ, എ എന്ന സെറ്റ് ബി എന്ന സെറ്റിൻ്റെ സബ്സെറ്റ് ആകണമെങ്കിൽ, അല്ലെങ്കിൽ സെറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയണമെങ്കിൽ എ എന്ന സെറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റുകളും ബിക്കകത്തുണ്ടാകണം. If every element of A is also element of B, then the set A is said to be a subset of B. ഇതല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇനി സപ്പോസ് എ എന്നൊരു സെറ്റ് എടുക്കുന്നു. ഞാൻ എ എന്ന സെറ്റ് എടുത്തേ 1 2 3 4. ഇനി എനിക്ക് വേണ്ടത് എയിൻ്റെ സബ്സെറ്റുകളെല്ലാം എഴുതണം. എയിൻ്റെ സബ്സെറ്റുകൾ, എ എന്ന സെറ്റ് തന്നിരിക്കുക. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എ എന്നുള്ള സെറ്റിൻ്റെ എന്തെല്ലാം സബ്സെറ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ആ സബ്സെറ്റുകളെല്ലാം ഫോം ചെയ്യണം. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: റൈറ്റ് ഡൗൺ ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് ദി സെറ്റ് എ. റൈറ്റ് ഡൗൺ ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് ദി സെറ്റ് എ വേർ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4. അപ്പോൾ ഈ സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സബ്സെറ്റുകൾ എഴുതുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കണം പ്രോസസ്സ്. എല്ലാ സബ്സെറ്റ്സ് എഴുതാൻ പോവാനേ ഒരു എലമെൻ്റുള്ള സെറ്റുകൾ ഉണ്ടാക്കണം. എന്താ സിംഗിൾട്ടൺ സെറ്റ്. ഈ സെറ്റ് ഉറപ്പായും ഇതിൻ്റെ സബ്സെറ്റാണ്. ഇതൊക്കെ എയിൻ്റെ സബ്സെറ്റാണ് ഇത്. കാരണം ഈ സെറ്റിനകത്ത് ഒന്ന് ഇവിടെയുണ്ട്. റൈറ്റ്. ദെൻ 2 3 4. ഇത് ഓരോന്നും എ എന്ന സെറ്റിൻ്റെ സബ്സെറ്റുകളായിരിക്കും ഉറപ്പാണ്. നമുക്ക് വേണ്ടത് we have to write all the subsets of the set A. എ എന്ന സെറ്റിനകത്തുള്ള എലമെൻറ്റുകൾ ഉപയോഗിച്ച് എന്തെല്ലാം കുഞ്ഞു സബ്സെറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുമോ അവയെല്ലാം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു എലമെൻറ്റ് വീതമുള്ള എല്ലാ സബ്സെറ്റ്സും എഴുതണം. എഴുതി. ഇനി ചെയ്യേണ്ടത് 2 എലമെൻറ്റുകൾ വീതം എടുക്കണേ. അപ്പോൾ എടുക്കുന്ന നോക്കേ 1 2 1 3 ദെൻ 1 4. അപ്പോൾ 1 വെച്ചിട്ട് ഒരു ഓർഡറിൽ എഴുതണേ. അങ്ങനെ ഓർഡറിൽ എഴുതിയില്ലെങ്കിൽ ഏതെങ്കിലും മിസ്സാവും. അപ്പോൾ 1 2 1 3 1 4. ഇനി 2 വെച്ചിട്ട് എഴുതണേ. 2 3 2 1 എഴുതണ്ട. കാര്യം എന്താ അറിയാമോ? 2 1 എന്ന് പറയുന്നതും 1 2 എന്ന് പറയുന്നതും രണ്ട് സെയിം ആണ്. അതുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് എഴുതിച്ചാൽ മതി. സെറ്റിനകത്ത് എലമെൻറ്റ്സിന് ഓർഡർ ഇല്ലല്ലോ. അതുകൊണ്ട് 1 2 എന്ന് പറഞ്ഞാലും 2 1 എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കുന്നുണ്ട്. അങ്ങോട്ടുള്ളത് മാത്രം എഴുതിച്ചാൽ. അപ്പോൾ 2 3 ദെൻ 2 4. ഇനി 3 1 വേണ്ട. കാരണം എന്താ അറിയോ? 1 3 ആൾറെഡി ഉണ്ട്. 3 2 വേണ്ട. എന്താ അറിയോ? 2 3 ആൾറെഡി ഉണ്ട്. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ടുള്ളത് മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ ഈസ് 3 4. ഇനി വേറൊന്നുമില്ല. 2 എണ്ണം വീതമുള്ള ഇത്രയേ ഉള്ളൂ. നോക്കിയാൽ 2 എണ്ണം വീതമുള്ള 1 2 1 3 1 4. അങ്ങോട്ടുള്ള മാത്രം എടുക്കുക. 2 വെച്ചിട്ടാണെങ്കിൽ 2 1 എടുക്കരുത്. ദെൻ 2 3 2 4. 3 വെച്ചിട്ട് 3 4. ഇനി 3 എണ്ണം വെച്ചിട്ടുള്ളതാണേ. ദാറ്റ് ഈസ് 1 2 3. ദെൻ 1 2നെ ഫിക്സ് ചെയ്യണം. 1 2 4. ദെൻ 1 3 4. അഡ്വാൻസ് ചെയ്ത് എഴുതാവുള്ളൂ. എപ്പോഴും തിരിച്ച് താഴേക്ക് എഴുതി കളയത്. 1 3 4. ദെൻ 1 3 4 ആയി. ഇനി 1 വെച്ചിട്ടില്ല. ദെൻ 2 3 4. 2 3 4. അപ്പോൾ എത്ര എണ്ണമായി നോക്കേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 സബ്സെറ്റുകളായി. കണ്ടാ? ഇതിനപ്പുറം എഴുതാൻ പറ്റില്ല. ഇത്രയും എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഓർഡറിൽ എഴുതിയാൽ കൃത്യമായി എഴുതി പോവാം. കണ്ടോ? ഞാൻ ഇനി ഒന്നുകൂടെ എഴുതാം. തൽക്കാലം നോക്കാം. 1 വെച്ചിട്ടുള്ള എല്ലാം എഴുതണം. 2 എണ്ണം വെച്ചിട്ട് എല്ലാം എഴുതണം. 3 എണ്ണം വെച്ചിട്ടും എല്ലാം എഴുതണം. നോക്കി എഴുതിയിരിക്കുന്ന നോക്കണ്ട. 1 സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3 സെറ്റ് 4. ഓരോന്ന് വെച്ചിട്ടേ 2 എണ്ണം വെച്ചിട്ടാകുമ്പോൾ ഇങ്ങോട്ട് നോക്കണം. 1 2 1 3 1 4. അപ്പോൾ 1 വെച്ചിട്ടുള്ള. ഇനി 2 വെച്ചിട്ട് 2 3 2 4. ഉണ്ടാ 2 3 2 4. ദെൻ 3 വെച്ചിട്ട് 3 4. മാക്സിമം ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എടുക്കണം 3 4. അപ്പോൾ 2 എണ്ണം വെച്ച് ഇത്രയേ പറ്റുള്ളൂ. ഇനി 3 എണ്ണം വെച്ചിട്ട് 1 2 3 ദെൻ 1 2 4. ലാസ്റ്റ് എണ്ണം മാറ്റിക്കോളൂ. 1 2 3 ദെൻ 1 2 4. അപ്പോൾ 2 വെച്ചിട്ടുള്ള 1 വെച്ചിട്ടുള്ള. ഇനി നെക്സ്റ്റ് വൺ ഈസ് 1 3 4. 1 3 4. 2 കഴിഞ്ഞു. 1 3 4. ഇനി ബാക്കി ഇല്ല. ഇനി 2 വെച്ചിട്ട് നെക്സ്റ്റ് വൺ ഈസ് 2 3 4. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ.
സബ്സെറ്റുകൾ പറയുമ്പോൾ ഒരു സെറ്റിൻ്റെ സബ്സെറ്റുകൾ പറയുമ്പോൾ എ എന്ന സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം എഴുതി വെച്ചു. ഓക്കെ, നമുക്ക് എഴുതാൻ പറ്റുന്ന എല്ലാം എഴുതി വെച്ചു. ഇനി ഈ സബ്സെറ്റുകൾ പറയുമ്പോൾ അവിടെ എല്ലായ്പ്പോഴും നൾ സെറ്റ് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. കണ്ടോ, അവിടെ സ്പെഷ്യൽ കേസായത്. സബ്സെറ്റുകൾ പറയുമ്പോൾ ആക്ച്വലി നൾ സെറ്റ് പറയുന്നത് നമുക്കൊന്ന് ഡെഫിനിഷൻ അനുസരിച്ച് പറയാൻ പറ്റില്ല, സബ്സെറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സബ്സെറ്റ് ആയിട്ട് എടുക്കുമ്പോൾ എല്ലായ്പ്പോഴും നൾ സെറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. എല്ലാ സെറ്റുകളുടെയും ഒരു സബ്സെറ്റ് ആയിട്ട് ആരെ കൂട്ടിയിട്ടുണ്ട്? നൾ സെറ്റ് കൂട്ടിയിട്ടുണ്ട്. തീർന്നില്ല. ദ സെറ്റ് ഇറ്റ് സെൽഫ്, എവറി സെറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ സബ്സെറ്റ്. കണ്ടോ, ആ സെറ്റ് തന്നെ ഒരു സബ്സെറ്റാ എന്ന് പറഞ്ഞാൽ ഇവിടെ എ എന്നുള്ള സെറ്റിലെ അത് തന്നെ സബ്സെറ്റാണ്. അപ്പോൾ സബ്സെറ്റുകൾ എഴുതുമ്പോൾ ആരൊക്കെ കൂടി എഴുതിക്കോണം? നൾ സെറ്റും എഴുതണം, ആ സെറ്റും എഴുതണം. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി വെക്കേണ്ട, നോട്ടായിട്ട് എഴുതി വെക്കേണ്ടതാ, നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണേ. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. രണ്ടാമത്തെ പോയിന്റ്, ദ സെറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ സബ്സെറ്റ്. ഒരു സെറ്റിന്റെ സബ്സെറ്റ് എടുക്കുമ്പോൾ ആ സെറ്റ് തന്നെ ഒരു സബ്സെറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ രണ്ട് സബ്സെറ്റുകളാണ് നമ്മൾ അഡീഷണലി പറഞ്ഞിരിക്കുന്നത്, നൾ സെറ്റും ആ സെറ്റും. ഇതിൽ ഈ സെറ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള സബ്സെറ്റുകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ വിളിക്കും പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് വിളിക്കും. അതിലും ഈ നൾ സെറ്റ് അങ്ങ് ഒഴിവാക്കിയേക്കണം തൽക്കാലം. നൾ സെറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന സബ്സെറ്റ് ഉണ്ടല്ലോ, അതൊരു കൺഫ്യൂഷനായിട്ടാണ് ഇപ്പോഴും ഡെഫിനിഷൻ കിടക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ കാണുന്നത്, എ സബ്സെറ്റ് ഓഫ് ബി എടുക്കുമ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എടുക്കുന്നിരിക്കട്ടെ, അതിൽ ബി തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ എ തന്നെ എക്ക് സബ്സെറ്റ് ആയിട്ട് വരാം. ആ സബ്സെറ്റിനെയാണ് ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. നൾ സെറ്റിനെയും ഇംപ്രോപ്പർ സബ്സെറ്റ് ആയിട്ട് നമുക്ക് കൂട്ടാം. നൾ സെറ്റ് ഈസ് ഓൾസോ ഇംപ്രോപ്പർ സബ്സെറ്റ്. അപ്പോൾ ഇംപ്രോപ്പർ സബ്സെറ്റ് ആയിട്ട് ആ സെറ്റും നൾ സെറ്റിനെയും എടുക്കാം. ഓക്കെ, നൾ സെറ്റും ആ സെറ്റിനെയും ഇംപ്രോപ്പർ സബ്സെറ്റ് ആയിട്ട് കൂട്ടുക, ബാക്കിയുള്ള സെറ്റുകളെ പ്രോപ്പർ സബ്സെറ്റ് ആയിട്ട് എടുക്കാം. NCERTയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ SCERT ഡെഫിനിഷൻ അനുസരിച്ച് ഇംപ്രോപ്പർ ആയിട്ട് എഴുതിയിരിക്കുന്നത് എയിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നൾ സെറ്റിനെയും വേണമെങ്കിൽ നമുക്ക് ഇംപ്രോപ്പർ ആയിട്ട് കൂട്ടാം. റൈറ്റ്? സോ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, നൾ സെറ്റ് ആൻഡ് ദ സെറ്റ് ഇറ്റ് സെൽഫ് ആർ ഓൾവേസ് സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ് എ. അപ്പോൾ സബ്സെറ്റുകൾ ലിസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഈ രണ്ടും കൂടി അഡീഷണലി ചേർത്തോണം. ഞാനൊരു ചെറിയ സബ്സെറ്റ് എടുക്കാം, എന്നിട്ട് നമുക്ക് എല്ലാ സബ്സെറ്റും എഴുതാം, എന്നിട്ട് നമുക്ക് പിന്നെയും ഇതുപോലെ കൂടുതൽ എലിമെൻസുകൾ എടുക്കാം. ശരി, ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണേ, റൈറ്റ് ഡൗൺ ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് ദി സെറ്റ്. റൈറ്റ് ഡൗൺ ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ്. എ എന്നെ പേര് കിടക്കട്ടെ. എ ഈസ് ഈക്വൽ ടു സെറ്റ് 3, 4. ഇതിൻ്റെ എല്ലാ സബ്സെറ്റുകളും വേണം. ക്വസ്റ്റ്യൻ മനസ്സിലായേ? അപ്പോൾ നമുക്ക് സബ്സെറ്റുകൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്താണെന്ന് അറിയുമോ? നൾ സെറ്റ് എഴുതി വെക്കും. അപ്പോൾ സബ്സെറ്റ്സ് ആർ, ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ, സബ്സെറ്റ്സ് ആർ, ഒരു കോളൻ ഇടുക, ഒന്നുകിൽ ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാം എന്താണ് ഈ സിമ്പിൾ ഉണ്ട്, 5 എന്നിട്ടാലും മതി, അതിൽ എളുപ്പം 5. പിന്നെ ഒരു എലമെന്റ് വീതം 3, then 4. അപ്പോൾ ഒരു എലമെന്റ് വീതം ഉള്ളതായി. ഇനി എന്ത് എഴുതേണ്ടത്? 2 എലമെന്റ്സ് വീതം ഉള്ളതല്ലേ? 2 എലമെന്റുകളെ ഉള്ളൂ, അത് എ തന്നെയാണ്. സോ കോമേറ്റ് എ എന്നോ അല്ലെങ്കിൽ സെറ്റ് 3, 4 എന്നോ എഴുതിക്കോളാം, അത് പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ ആകെ എഴുതേണ്ടത് 4 എണ്ണം. നൾ സെറ്റ്, സെറ്റ് 3, സെറ്റ് 4. ദെൻ ഇനി 2 വീതം ഉള്ളത് എ തന്നെയാണ്, സോ എ തന്നെ എഴുതി. അപ്പോൾ ഇതേ ഉള്ളൂ 2 എലമെന്റുകൾ വരുമ്പോൾ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, സെറ്റ് x is equal to 1, 4, 6. Write down all the subsets of this set x. So here the elements are x is equal to set 1, 4, 6. So there are 3 elements. Okay, 3 elements ഉണ്ട്. Write down all the subsets of this set x. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എല്ലാ സബ്സെറ്റുകളും എഴുതാം. അപ്പോൾ എഴുതും സബ്സെറ്റ്സ് ആർ. ഒന്ന് നൾ സെറ്റ് എഴുതി വെച്ചു. ഇനിയെല്ലാം ഓരോ എലമെന്റ് ഉള്ളതില്ലേ, 1 വീതം. 1, 4, 6,
അപ്പോൾ ഒരു എലമെന്റ് വീതമുള്ളതെല്ലാം ആയില്ലേ. ഇനി 2 എലമെന്റ്സ് വീതമുള്ളതേ. 2 എലമെന്റ്സ് വീതമായപ്പോൾ 1 4 then 1 6 തീർന്നില്ല. ഇനി 4 6 എല്ലാ ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാം ആയിക്കഴിഞ്ഞു 2 എണ്ണം വീതമുള്ളത്. ഓക്കെ, 1 4 1 6 അഡ്വാൻസ് ചെയ്തേ പോകാം, അപ്പുറത്തേക്കേ പോകാം, ഇപ്പുറത്തോട്ട് വരല്ലേ. 4 എടുത്തുകളെ 4 1 4 തുല്യം, അതുകൊണ്ട് ഇപ്പുറത്ത് എടുക്കാത്തത്. then 4 6 അപ്പുറത്തേക്ക് എടുക്കുക. അപ്പുറത്തേക്കുള്ള എലമെന്റ്സ് മാത്രം എടുത്തുകൊണ്ടിരിക്കണം, 2 എണ്ണം വീതമുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് എടുക്കാനില്ല, നിർത്തി. ഇനി 3 എണ്ണം വീതമുള്ളതേ. 3 എണ്ണം എക്സ് തന്നെയല്ലേ, ഒന്നിൽ എക്സ് എഴുതുക അല്ലെങ്കിൽ സെറ്റ് 1 4 6 എഴുതുക. സോ ദീസ് ആർ ദ സബ്സെറ്റ്സ് ഓഫ് ദിസ് സെറ്റ്. ഇതേ 2 എലമെന്റ്സ് ഉള്ളപ്പോൾ എത്ര സബ്സെറ്റ് ഉണ്ടായി നോക്കാം. 1 2 3 4 സബ്സെറ്റ്സ് ആയില്ലേ. അപ്പോൾ 2 എലമെന്റ്സ് വന്നപ്പോൾ there are 4 സബ്സെറ്റ്സ്. ഇനി 3 എലമെന്റ്സ് വന്നു, 1 2 3 എത്ര സബ്സെറ്റ്സ് എന്ന് നോക്കാം. 1 2 3 4 5 6 7 8 സബ്സെറ്റ്സ് ഉണ്ടാകും. അപ്പോൾ ഇതിനകത്തുനിന്ന് പാറ്റേൺ നമ്മൾ ഉണ്ടാക്കാൻ പോവാം. 2 എലമെന്റ്സ് വന്നപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈസ് 4. 3 എലമെന്റ്സ് വന്നപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈസ് 8. സോ ദിസ് ഈസ് ആക്ച്വലി 2 സ്ക്വയർ ആൻഡ് ദിസ് ഈസ് ആക്ച്വലി 2 ക്യൂബ്. ഉണ്ടോ? അപ്പോൾ 2 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്, 2 സ്ക്വയർ സബ്സെറ്റ്സ് ഉണ്ടാവും. 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പം, 2 ക്യൂബ്. അപ്പോൾ 4 എലമെന്റ്സ് ഉണ്ടെങ്കിലോ 2⁴ സബ്സെറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് 16 സബ്സെറ്റുകൾ ഉണ്ടാകും. n എലമെന്റുകൾ ഒരു സെറ്റിനകത്തുണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ് ഹാവിംഗ് n എലമെന്റ്സ്, ദാറ്റ് ഈസ് 2⁻n. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. n എലമെന്റ്സ് ഉള്ള സെറ്റിന് if a set has n elements, then the number of subsets of the set is 2⁻n. So you must note this point. If a set has n elements, if a set has n elements, then the number of subsets of the set is 2⁻n. If a set has n elements, n elements on the set, how many subsets? 2⁻n subsets. So this is an important result. ഈ സെറ്റിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് എപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന റിസൾട്ട് ഇതാണ്. n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റുകളുണ്ട്? 2⁻n subsets. So if a set has 5 elements, number of subsets is 2⁵. 32 എണ്ണം ഉണ്ടാവും. 10 എലമെന്റ്സ് ഉണ്ട്, 2⁻10 1024 സബ്സെറ്റ്സ് ഉണ്ട്. അപ്പോൾ 10 എലമെന്റ്സേ ഉള്ളൂ, പക്ഷേ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈസ് 1024 ഉണ്ടാ. ഇതാണ് റിസൾട്ട്. സോ യു മസ്റ്റ് നോട്ട് ദിസ് വൺ. If a set has n elements, then the number of subsets of A is, the set is 2⁻n. Or symbolically we write, if n of A, number of elements in A, is equal to n. ഇത് നമ്പർ ഓഫ് എലമെന്റ്സിനെ കാണിക്കുന്നതാണ്. ഇത് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. ഒന്നിൽ പി എന്ന് പറഞ്ഞിട്ടോ, ഇപ്പൊ n of A is equal to p എന്ന് എടുക്കാം നമുക്ക്, p. Then the number of subsets, ഈക്വൽ ടു 2⁻p. ഇതിനകത്ത് നൾ സെറ്റും ആ സെറ്റും ഉൾപ്പെടെയാണ് 2⁻p വന്നിരിക്കുന്നത്. നൾ സെറ്റ് സബ്സെറ്റ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട്, ആ സെറ്റും സബ്സെറ്റ് ആയിട്ട് കൂട്ടിയിട്ട് എല്ലാം കൂടെ ചേർത്തിട്ടാണ് 2⁻p. ആ സെറ്റിനെ നൾ സെറ്റിനെ ഒഴിവാക്കിയാൽ 2 എണ്ണം ഇവിടുന്ന് കുറയ്ക്കണം, 2⁻p -2 ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ്. ശരിയായല്ലോ, റൈറ്റ്. അടുത്തത് ഞാനൊരു സെറ്റ് എഴുതാൻ പോവാന്നേ. ഇതിൻ്റെ സബ്സെറ്റുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാണ് ശരിയായിട്ടുള്ളത് തെറ്റായിട്ടുള്ളത് നിങ്ങൾ പറയണം. ഞാനൊരു സെറ്റ് എടുത്തു എ. ഈ സെറ്റിനകത്തുള്ള എലമെന്റ്സാ 1 2, സെറ്റ് 3 4, then 5. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സെറ്റ്. ശ്രദ്ധിക്കണേ, തന്നിരിക്കുന്ന സെറ്റ് നോക്കണം. സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 സെറ്റ് 3 4 5. സെറ്റ് 3 4 ആ കിടക്കുന്നതിനകത്ത്. ഈ സെറ്റിന്റെ എലമെന്റുകൾ പറയുന്നേ, 1 ഒരു എലമെന്റ് ആണ്, 2 ഒരു എലമെന്റ് ആണ്, 3 എലമെന്റ് അല്ല, 4 എലമെന്റ് അല്ല, പക്ഷേ സെറ്റ് 3 4 ഈസ് ആൻ എലമെന്റ്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അതാണ്. 1 എലമെന്റ് ആണ്, 2 എലമെന്റ് ആണ്, പക്ഷേ 3ഉം 4ഉം എലമെന്റ്സ് അല്ല. സെറ്റ് 3 4 ഈസ് ആൻ എലമെന്റ് ഓഫ് ദി സെറ്റ്. ഇതൊരു എലമെന്റ് മൊത്തത്തിൽ.
3, 4 എലമെന്റ്സ് ഇല്ല. ബട്ട് 5 ഈസ് എൻ എലമെന്റ്. അപ്പോൾ ആ സെറ്റിനകത്ത് ഒന്നിച്ചൊരു സെറ്റായി കിടന്നാൽ ദാറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് എൻ എലമെന്റ് ഓഫ് ദി സെറ്റ്. അതാ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ എലമെന്റ്സ് നോക്കണേ. 1 എലമെന്റ്, 2 എലമെന്റ്, സെറ്റ് 3, 4 ഈസ് എൻ എലമെന്റ്, 5 എലമെന്റ്. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്കും പറയാം. നിങ്ങൾ പറയുമ്പോൾ ഞാനും പറയും. കൂടെ പറഞ്ഞു പോവാം നമുക്ക്. ഞാൻ പറയാം. ആദ്യത്തത് 1 ഈസ് എൻ എലമെന്റ് ഓഫ് എ. 1 ഈസ് എൻ എലമെന്റ് ഓഫ് എ. ശരിയാണ് അല്ലേ? കാരണം 1 ഇവിടെ ഉണ്ട്. ഇനി ഞാൻ പറയുന്നു 5 ഈസ് എൻ എലമെന്റ് ഓഫ് എ. രണ്ടാമത്തെ 5 ഈസ് എൻ എലമെന്റ് ഓഫ് എ. 5 ഇവിടെ ഉണ്ടോ? ഉണ്ട്. സോ ദാറ്റ് ഇസ് ട്രൂ. 3 ഈസ് എൻ എലമെന്റ് ഓഫ് എ. 3 ഈസ് എൻ എലമെന്റ് ഓഫ് എ. 3 എന്ന എലമെന്റ് ഉണ്ടോ? ഇല്ല. 3 എന്ന എലമെന്റ് ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇത് സെറ്റ് 3, 4 കിടക്കുന്നു. ദാറ്റ്സ് നോട്ട് എൻ എലമെന്റ്. സോ ദിസ് ഇസ് റോങ്. 4 എലമെന്റ് ഓഫ് എ. ദാറ്റ് ഇസ് റോങ് ബിക്കോസ് 4 ഈസ് നോട്ട് ഇൻ എ. ബട്ട് പറയുക ഇങ്ങനെ, സെറ്റ് 3, 4 ഈസ് എൻ എലമെന്റ് ഓഫ് എ. നോക്കി, ഉണ്ട്. സെറ്റ് 3, 4 ഉണ്ട്. ശ്രദ്ധിച്ചോണേ. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ബുക്കിനകത്ത് ഇതുപോലൊരു എക്സാമ്പിൾ ഉണ്ടാവും. അവിടെ ട്രൂ ഓർ ഫോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എക്സാമിനേഷൻ ചോദിച്ച് തെറ്റിക്കാൻ നമ്മളെ. സെറ്റ് 3, 4 ഈസ് എലമെന്റ് ഓഫ് എ. ദാറ്റ് ഇസ് ട്രൂ ബിക്കോസ് 3 എലമെന്റ് ഇല്ല, 4 എലമെന്റ് അല്ല. ബട്ട് സെറ്റ് 3, 4 ഈസ് എൻ എലമെന്റ് ഓഫ് എ. അപ്പൊ നോക്കേ, എലമെന്റ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം സിമ്പലുകൾ, എന്ത് രൂപത്തിലാണ് അവിടെ കിടക്കുന്ന നോക്കണം. അങ്ങനെ കിടന്നാൽ അത് എലമെന്റ് ആണ്. മനസ്സിലായേ? റൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. 1 എലമെന്റ് ഓഫ് എ ആണ്. ദാറ്റ് ഇസ് ട്രൂ. 2 എലമെന്റ് ഓഫ് എ ആണ്. ദാറ്റ് ഇസ് ട്രൂ. 5 എലമെന്റ് ഓഫ് എ ആണ്. ദാറ്റ് ഇസ് ട്രൂ. 3, 4 സെറ്റ് 3, 4 എലമെന്റ് ഓഫ് എ. ദാറ്റ് ഇസ് ട്രൂ. ബട്ട് 3 ഈസ് നോട്ട് എൻ എലമെന്റ് ഓഫ് എ. 3 ഈസ് നോട്ട് എൻ എലമെന്റ് ഓഫ് എ. 4 ഈസ് നോട്ട് എൻ എലമെന്റ് ഓഫ് എ. 3 എലമെന്റ് ഓഫ് എ. ദാറ്റ് ഇസ് റോങ്. 4 എലമെന്റ് ഓഫ് എ. ദാറ്റ് ഇസ് റോങ്. ബട്ട് സെറ്റ് 3, 4 എലമെന്റ് ഓഫ് എ. ദാറ്റ് ഇസ് ട്രൂ. റൈറ്റ്. അപ്പൊ അത്രയുമായി. ഇനി ഞാൻ അടുത്ത കുറെ കാര്യങ്ങൾ പറയാൻ നോക്കാം. ഇനി ഞാൻ പറയുന്നത് സബ്സെറ്റ് വെച്ചിട്ടാ പറയുന്നേ. സബ്സെറ്റ് 1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ശരിയാണ്. കാരണം ഇതിനകത്ത് ഒന്നുണ്ടല്ലേ, അതിവിടെയുണ്ട്. സോ ഈ സെറ്റിനകത്തുള്ള എലിമെന്റുകളെല്ലാം തന്നെ ഏകീകൃതമുണ്ട്. സോ ദിസ് ഇസ് ട്രൂ. സെറ്റ് 1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. രണ്ടാമത്തെ ഓക്കെ, സെറ്റ് 1 to 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 1 to 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. 1 ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്. സോ ദാറ്റ് ഇസ് ട്രൂ. സോ ദിസ് ഇസ് ട്രൂ. സെറ്റ് 1 to 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇനി പറയുന്നു സെറ്റ് 2, 3, 4 സബ്സെറ്റ് ഓഫ് എ. നോക്കാം. 2 ഉണ്ട്, 3 ഇല്ല. ഇവിടെ എങ്ങും 3 ഇല്ല. ഇത് 3, 4 ആ. സെറ്റ് 3, 4 ആ. 3 അല്ല. 4 ഇല്ല. ഇത് സെറ്റ് 3, 4 ആ. ഇല്ല. സോ ദിസ് ഇസ് റോങ്. ഇനി നോക്കണേ, നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോ. നാലാമത്തെ സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ. ഇതാണ് നിങ്ങളെ തെറ്റിക്കുന്ന ഒരു കാര്യം. ശരിക്ക് ഇതിൽ നിന്ന് പറയുന്ന കേട്ട് മനസ്സിലാക്കി വെച്ചോണം. സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം സെറ്റ് 3, 4 ഈസ് ഓൺലി ആൻ എലമെന്റ് ഓഫ് എ. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. സെറ്റ് 3, 4 ഈസ് ഓൺലി ആൻ എലമെന്റ് ഓഫ് എ, നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. സോ ദാറ്റ് ഇസ് റോങ്. ശ്രദ്ധിക്കണം. 3, 4 സെറ്റ് 3, 4 സെറ്റ് 3, 4 ഈസ് ഓൺലി ആൻ എലമെന്റ് ഓഫ് എ, നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. സെറ്റ് പോലെ കാണുന്നുവെങ്കിലും ദിസ് ഈസ് മിയർലി എ സബ്സെറ്റ് ഓഫ് എ അല്ല. ഇറ്റ്സ് ഓൺലി മിയർലി ഈസ് എൻ എലമെന്റ് ഓഫ് എ ആണ്. ഈസ് എൻ എലമെന്റ് ഓഫ് എ ആണ്. ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. പക്ഷേ ഇങ്ങനെ എഴുതുന്നു എന്നിരിക്കട്ടെ, സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ. ദിസ് ഈസ് ട്രൂ. ദിസ് ഈസ് റോങ്. കണ്ടോ വ്യത്യാസം നോക്കണേ. സെറ്റ് 3, 4 ഈസ് ഓൺലി ആൻ എലമെന്റ് ഓഫ് എ. സെറ്റ് 3, 4 ഈസ് ഓൺലി ആൻ എലമെന്റ് ഓഫ് എ. അത് എന്റെ എലമെന്റേ ആകുന്നുള്ളൂ. അത് അതുപോലെ കിടക്കുന്നല്ലേ. പക്ഷേ അതിനെ സെറ്റാക്കി എഴുതിയാൽ ഇതുപോലെ ഉള്ളൂ. 1 എലമെന്റ് ആയപ്പോൾ സെറ്റ് 1 അല്ലേ സബ്സെറ്റ് വന്നേക്കുന്നത്. 2 എലമെന്റ് ആണെങ്കിൽ സെറ്റ് 2 അല്ലേ എലമെന്റ് ആയിട്ട് സബ്സെറ്റ് ആയിട്ട് വരിക.
1ഉം 2ഉം 5 എലിമെന്റ്സ് ആണെങ്കിൽ 1 to 5 സെറ്റ് അല്ലേ, സെറ്റ് 1 to 5 അല്ലേ സബ്സെറ്റ് ആയിട്ട് വരിക, എലമെന്റ് അല്ല വരിക. അത് സെറ്റിന്റെ രൂപത്തിലോ എന്ത് രൂപത്തിലായിക്കോട്ടെ, ഇറ്റ്സ് ഓൺലി ആൻ എലമെന്റ് ഓഫ് എ. സോ 1 3 set 3 4 is a subset of A is wrong because that is only an element of A. But set 3 4 this is an element. ഇത് ഇവിടുത്തെ എലമെന്റാ കണ്ടാ, ഇത് ഇവിടുത്തെ എലമെന്റ് ആണ്. ആ എലമെന്റിനെ ഒരു സെറ്റിന്റെ നൊട്ടേഷനകത്ത് ആക്കി കഴിഞ്ഞാൽ now that becomes a subset. So set 3 4 is a subset of A. That is true. ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കാൻ അവിടെ. ഇനി പറയുന്നു ഇവിടെ എങ്ങും ഇല്ലേ, ഞാൻ ഇങ്ങനെ പറയുന്നു 5 is a subset of A. ഇവിടെ ഉണ്ടോ 5? ഇല്ല. പക്ഷേ by definition null set is subset of every set. So this is true. Null set is a subset of every set എന്ന ഡെഫിനിഷൻ ഉള്ളത് കൊണ്ട് this is true. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ ഒന്നുകൂടി സെയിം എക്സാമ്പിൾ ഒരിക്കൽ കൂടി പറയാൻ പോവാം, നോക്കാം. ഒരു സെറ്റ് എടുക്കാൻ പോവാന്നേ, ശ്രദ്ധിക്കണേ, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റ് ആക്കാൻ പോവാം. 5 3 സെറ്റ് 5 6 9 ഇതാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു ശരി ഏതാണ് തെറ്റേതാണെന്ന് ഞാൻ എഴുതും, നിങ്ങൾ മനസ്സിലൊന്ന് പറയണം, അപ്പോൾ ആൻസറും വരും. ഓക്കെ, ആദ്യത്തെ പറയുന്നു 5 സബ്സെറ്റ് ഓഫ് എ. ഈ 5 ഏതെന്നറിയാവോ? ഈ 5 നൾസെറ്റിന്റെ 5 ഇവിടെ ഒരു 5 ഉണ്ട്, അതവിടെ കിടക്കട്ടെ. ഈ 5 നമ്മൾ ഉദ്ദേശിക്കുന്നത് നൾ സെറ്റ് 5 ആണ്. ബൈ ഡെഫിനിഷൻ നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. സോ ദിസ് ഈസ് ട്രൂ. ഇനി ഞാൻ രണ്ടാമത് പറയുന്നു 5 ആൻ എലമെന്റ് ഓഫ് എ. അതും ശരിയാ. കാരണം എന്താ അറിയാവോ? ഈ 5 ദേ ഇവിടെ ഉണ്ട് കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടാകില്ലേ? പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണേ. 5 സബ്സെറ്റ് ഓഫ് എ, 5 സബ്സെറ്റ് ഓഫ് എ ട്രൂ എന്ന് ഞാൻ പറഞ്ഞു. കാരണം ബൈ ഡെഫിനിഷൻ ഓഫ് സബ്സെറ്റ്സ്, we have null set is a subset of every set. Null set is a subset of every set. So 5 subset of A is true in the case of every set. പക്ഷേ ഈ നമ്മുടെ ഈ പർട്ടിക്കുലർ കേസിൽ ഇതിനകത്ത് 5 എന്നൊരു സിമ്പൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു എലമെന്റാ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 5 എലമെന്റ് ഓഫ് എ. ഈ 5 എന്നറിയാമോ? ഈ 5 ഈ 5 കണ്ടാ, ഈ 5 ഇവിടുത്തെ 5 അല്ല, ദാറ്റ് ഈസ് നൾ സെറ്റ് 5 ആ. So this is null set 5. So both are different symbols actually. This 5 represents null set 5 and this 5 represents the element 5. അപ്പോൾ നോക്കി, ഈ രണ്ട് 5 തമ്മിലുള്ള ഡിഫറൻസ് നോക്കണേ. ഈ 5 null set 5 ആ, ഈ 5 എന്ന് പറയുന്നത് എലമെന്റ് 5 ആ. ആണ് രണ്ട് തമ്മിൽ വ്യത്യാസം. എലമെന്റ് 5ഉം null set 5. So by definition of subsets, null set is a subset of every set. So this is true. This is true because 5 is an element of this set. Clear? കൺഫ്യൂസ് ചെയ്യരുത്, കൺഫ്യൂഷൻ ഉണ്ടാകരുത്. രണ്ട് 5 കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും. ഒന്ന് നൾ സെറ്റ് 5നെയും ഒന്ന് എലമെന്റ് 5നെയും ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. റൈറ്റ്. ഓക്കെ, മൂന്നാമത്തെ കണ്ടീഷൻ, മൂന്നാമത്തെ ചോദിക്കാം. സെറ്റ് 5 6 എലമെന്റ് ഓഫ് എ. സെറ്റ് 5 6 എലമെന്റ് ഓഫ് എ ട്രൂ ആണല്ലേ? കാരണം 5 6 ഇവിടെ ഉണ്ട്. സോ ദാറ്റ്സ് ട്രൂ. സോ ദിസ് ഓൾസോ ട്രൂ. അപ്പൊ ഇതെല്ലാം ട്രൂ ആ. ഇനി അടുത്ത പറയുന്നു സെറ്റ് 3 സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 3 സബ്സെറ്റ് ഓഫ് എ ആണ്. കാരണം 3 എലമെന്റ് ഓഫ് എ ആണെങ്കിൽ സെറ്റ് 3 ഉണ്ടാവും. സബ്സെറ്റ് ഓഫ് എ ഉറപ്പാ. സബ്സെറ്റ് ഓഫ് എ, ദാറ്റ് ഇസ് ട്രൂ. Then set 5 subset of A, അത് ട്രൂ ആകും. കാരണം എന്താണെന്നറിയാവോ? അത് നൾ സെറ്റ് അല്ല, ഇത് ഇവിടുത്തെ എലമെന്റ് ആണ്ടാ. 3 സെറ്റ് 3 സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് പോലെ ഉള്ളൂ സെറ്റ് 5, because 5 is a member, 5 is an element of the set A.
Phi is an element of this set A. So, set phi is a subset of A. That is true. But here, set phi 6 is a subset of A. Set phi 6 is a subset of A. Is it true? No. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ സെറ്റ് phi 6 എന്ന് പറഞ്ഞാൽ is only an element of A. This is only an element of A, not a subset of A. But if we put a set sign here, set of set phi 6, set of set phi 6 is a subset of A. That is true. Clear? ശ്രദ്ധിക്കേണ്ടത് ഈ സിമ്പിൾ എന്താ phi is a subset of A, and that is true because by definition null set is a subset of every set. രണ്ടാമത് ഇരിക്കുന്ന നോക്കി ഈ phi എലമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞു അപ്പോൾ സബ്സെറ്റുമായി എലമെന്റ് ഓഫ് എ ആയി ഇതിവിടെ ഇല്ലായിരുന്നു എന്നിരിക്കട്ടെ ദിസ് ഇസ് റോങ് ഇതിവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ദിസ് വിൽ ബി റോങ് ബിക്കോസ് phi is not here. Phi is only a subset of A. This is true. This will be true because by definition of subset every null set is a subset of every set ആണ് അതുകൊണ്ട് this will be true, but this is not true in this case if phi is not here. If phi is also an element, then we have this element. This is also true. Set phi is a subset of A because phi is a member of the set. ഇതാണ് സബ്സെറ്റിന്റെ കണ്ടീഷൻ. മനസ്സിലായേ? ഇനി ഞാൻ സെറ്റ് ബിൽഡർ ഫോമിൽ തരാൻ പോവാം. സെറ്റ് ബിൽഡർ ഫോമിൽ തന്നാൽ ഇങ്ങനെ സബ്സെറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള കൺസെപ്റ്റ് കൂടി എന്താ ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, എഴുതാൻ പോവാം ഞാൻ. A is equal to 3, 1. Set 3, 1. Okay. B is equal, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എടുക്കാൻ പോവാം. B is equal to X such that X is a solution അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയാം. Solution of the equation. Solution of the equation. X minus 2 into X square minus 4x plus 3 equal to 0. ഓക്കെ, രണ്ട് സെറ്റുകൾ എഴുതിയിരിക്കുന്നത്. ഒന്ന് സെറ്റ് 3, 1. രണ്ടാമത്തെ സെറ്റ് റോസ്റ്റർ ഫോമിലല്ല തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സൊല്യൂഷൻ ഓർ എക്സ് ഈസ് എ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ x minus 2 into x square minus 4x plus 3 is equal to 0. റോസ്റ്റർ ഫോമിൽ എഴുതിയാലേ അറിയാവുള്ളൂ സബ്സെറ്റ് ആണോ അല്ലയോ എന്ന്. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സബ്സെറ്റ് ആണോ അല്ലയോ നോക്കാം. നമുക്കുള്ള ഇക്വേഷൻ കൊണ്ടെടുക്കാം. x minus 2 into x square minus 4x plus 3 equal to 0. ഇവിടുന്ന് ഒരു റൂട്ടുണ്ട് x is equal to 2 because x minus 2 equal to 0 എന്ന് കൊടുക്കാം. കാരണം രണ്ട് ഫാക്ടേഴ്സ് ഇല്ലേ, പ്രോഡക്റ്റ് ഇല്ലേ 0 വരിക. Product 0 ആണെങ്കിൽ each factor can be equated with 0. So when we equate x minus 2 to 0, x is equal to 2, right? Now we have the second part. X square minus 4x plus 3 is equal to 0. So x square minus 4x plus 3 equal to 0. നമുക്ക് നേരത്തെ പോലെ ഫാക്ടറൈസ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്താൽ 3, മൾട്ടിപ്ലൈ ചെയ്താൽ ഗുണിച്ചാൽ 3, കൂട്ടിയാൽ -4. മൾട്ടിപ്ലൈ ചെയ്താൽ 3യും കൂട്ടിയാൽ -4 വരുന്ന നമ്പേഴ്സ് -1ഉം -3 സോ x minus 1 into x minus 3 is equal to 0. മൾട്ടിപ്ലൈ ചെയ്താൽ -1 -3 3, കൂട്ടിയാൽ -1 plus -3 -4. So both will be true. So from here x is equal to 1 and x is equal to 3. അല്ലേ? ഓരോന്ന് ഈക്വൽ ടു 0 പറ്റില്ല. x minus 1 equal to 0 means x is equal to 1. x minus 3 is equal to 0 means x is equal to 3. So what is the roster form of B? B is equal to set 2, 1, 3. Now what happens? Is A subset of B? Yes, clearly. Clearly A is a subset of B because 3 is here, 3 is here. 1 is here, 1 is also here. So every element of A belong to B. Every element of A belong to B means every element of A is also an element of the set B. Hence A subset of B. Therefore, conclude therefore നമുക്ക് ഇങ്ങോട്ട് എഴുതാം. Therefore A subset of B, right? A subset of B, right?
ഓക്കെ, another one. ഇൻഫിനിറ്റ് സെറ്റ് ആയിക്കോട്ടെ, ഇതുപോലെ തന്നെ സബ്സെറ്റ് ആണോ അല്ലേ എന്ന് പറയാൻ നോക്കാം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇൻ ജനറൽ കേസായിട്ടേ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാ. z സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് എന്ന് അറിയാലോ. -∞ തുടങ്ങി -3, -2, -1, 0, 1, 2, 3, 4 എക്സെട്രാ എന്ന് പോകുന്ന നമ്പേഴ്സ് ആണ് ഇൻഡിജേഴ്സ്. ദെൻ q റാഷണൽ നമ്പേഴ്സ്. ഈ റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിനകത്ത് ഇൻഡിജേഴ്സ് ഉണ്ടാവും, പിന്നെ ഫ്രാക്ഷൻസും ഉണ്ടാവും. ഇൻഡിജേഴ്സും ഫ്രാക്ഷൻസും കൂടെ ചേർന്നിട്ടാണ് റാഷണൽ നമ്പേഴ്സ് വരിക. ഈ റാഷണൽ നമ്പേഴ്സിനോടൊപ്പം തന്നെ ഇറാഷണൽ നമ്പേഴ്സ് √2, √3, പൈ, നമ്മളെ പൈയില്ലേ 3.4 അപ്രോക്സിമേറ്റ് പൈ, അതെല്ലാം ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിനോടൊപ്പം തന്നെ ഇറാഷണൽ നമ്പേഴ്സ് കൂടെ ഒന്നിച്ച് ചേർത്താൽ ദ ഹോൾ കളക്ഷൻ ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇതെല്ലാം നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിനകത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നോക്കി എന്തൊക്കെ വന്നേക്കുന്നത്. n സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് 1, 2, 3, 4 എക്സെട്രാ. z സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. നെഗറ്റീവ് ഇൻഡിജേഴ്സ് 0, പോസിറ്റീവ് ഇൻഡിജേഴ്സ് മീൻസ് നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്, അത് ഇൻഡിജേഴ്സ് ആയി. റാഷണൽ നമ്പേഴ്സ് ഇൻഡിജേഴ്സ് പ്ലസ് ഫ്രാക്ഷൻസ്. ഇൻഡിജേഴ്സും ഫ്രാക്ഷൻസും ചേർത്താൽ റാഷണൽ നമ്പേഴ്സ് ആയി. ആ റാഷണൽ നമ്പേഴ്സിനോടൊപ്പം ഇറാഷണൽ നമ്പേഴ്സിനോട് ചേർത്ത് കഴിഞ്ഞാൽ √2, √3, അങ്ങനെ വരുന്ന √7, പൈ, ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ അതിന് റിയൽ നമ്പേഴ്സ് ആയി. സോ റിയൽ നമ്പർ സിസ്റ്റം ഈസ് ദ ലാർജസ്റ്റ് നമ്പർ സിസ്റ്റം. അതിൻ്റെ തൊട്ട് താഴെ ഒരു സബ് കളക്ഷൻ ആയിട്ട് നിൽക്കും q, അതിൻ്റെ താഴെ നിൽക്കും z, അതിൻ്റെ താഴെ നിൽക്കും n. സോ വി ഹാവ് ദ റിലേഷൻ n ഈസ് എ സബ്സെറ്റ് ഓഫ് z ഈസ് എ സബ്സെറ്റ് ഓഫ് q ആൻഡ് q ഈസ് എ സബ്സെറ്റ് ഓഫ് r. ദിസ് ഓൾസോ ഷുഡ് ബി നോട്ടഡ്. ഓരോന്നിനും സിമ്പിൾ ക്ലിയർ ആയിട്ട് അറിയാമല്ലോ. നാച്ചുറൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഒന്ന് ചെക്ക് ചെയ്തോളാം. അതിനകത്ത് എക്സാക്ട്ലി എന്താണ് ഈ നമ്പർ സിസ്റ്റം എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കിക്കോണം ഇൻ കേസ് എനി ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഷുഡ് ബി നോട്ടഡ്. നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. This is the subset of z is a subset of q is a subset of r. Right? Okay, ഇനി അടുത്ത നോക്കേ. A is a set x such that x is a prime number. Okay, right. B is x such that x is a natural number. X is a natural number. What about A and B? അപ്പോൾ എയും ബി എന്താണെന്ന് അറിയണമെങ്കിൽ ആ എയിനെയും ബിനെയും നമുക്ക് എന്താക്കി മാറ്റണം? റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. മാറ്റാൻ പോവാ. സോ എ ഈസ് ഈക്വൽ ടു സെറ്റ് 2, 3, 5, 7 എക്സെട്രാ. ഇൻഫിനിറ്റ് സെറ്റ് വാട്ട് ഔട്ട് മേ ബി. ബി 1, 2, 3, 4 എക്സെട്രാ. ഒരു കാര്യം ഉറപ്പായി, ബേക്കകത്ത് എല്ലാ എലമെന്റ്സും ബിക്കകത്തുണ്ടാവും, ഉറപ്പാണ്. കാരണം ഈ പ്രൈം നമ്പേഴ്സ് എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. സോ ദോസ് നമ്പേഴ്സ് ഓൾസോ ബിലോങ് ടു ഹിയർ. എനിവേ എവറി എലമെന്റ് ഓഫ് ബി വിൽ ബി ആൻ എലമെന്റ് ഓഫ് ബി ഓൾസോ. സോ ക്ലിയർലി എ സബ്സെറ്റ് ഓഫ് ബി. ഇത്രയേ ഉള്ളൂ. റൈറ്റ്. ഇനി ഞാൻ പറയുന്നത് നോക്കാം. രണ്ടാമത്തെ സെറ്റിനകത്ത് നാച്ചുറൽ നമ്പേഴ്സ് അല്ല കൊടുത്തേക്കുന്നത്. എക്സ് ഈസ് an odd number. X is an odd number. അപ്പൊ എന്ത് സംഭവിക്കും നോക്കണേ. ഇവിടെ എല്ലാം ഇല്ല അല്ലേ. ഇവിടെ നമ്മൾ ആദ്യത്തെ കുഴപ്പമില്ല, പ്രൈം നമ്പർ തന്നെയാണ്. രണ്ടാമത് വരുമ്പോ 1, 3, 5, 7 എക്സെട്രാ. ഇവിടെ 9, 11 ഇങ്ങനെ പോവും. ഇവിടെ ഒരു ഗുണം എന്തറിയോ, പ്രൈം നമ്പേഴ്സ് ഒന്നൊഴികെ എല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. പ്രൈം നമ്പേഴ്സ് എടുക്കുമ്പോൾ ഒന്നൊഴികെ എന്ന് പറഞ്ഞാൽ ഏത് മാത്രം 2 ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. പക്ഷേ ഇവിടെ 2 ഇല്ലാത്ത കാരണത്താൽ, ഇവിടെ 2 വരാത്ത കാരണത്താൽ A cannot be a subset of B. So here A is not a subset of B. Reason കൊടുക്കണം, since 2 is not an element of B.
ആ 2 മാത്രമേ ഉള്ളൂ പ്രശ്നം. സോ ഹിയർ എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. ഇതാണ് ഒരു സെറ്റ് സബ്സെറ്റ് ആണോ അല്ലയോ നോക്കുന്നത്. അത് സെറ്റ് ബിൽഡർ ഫോമിലാണ് തരുന്നതെങ്കിൽ നിങ്ങൾ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുക. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ജസ്റ്റ് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുക. റോസ്റ്റർ ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് അറിയാൻ പറ്റും സബ്സെറ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഇതിൻ്റെ വലിയ ഒരു JEE ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. IIT-കളിലെ എൻട്രൻസ് എക്സാമിനേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ഈ ഒരു അറിവ് വെച്ചുകൊണ്ട് മാത്രം പറ്റില്ല. അതിനകത്ത് നമുക്ക് കുറച്ച് അറിവുകൾ കൂടെ ചേർക്കേണ്ടി വരും. അപ്പോൾ അത് പഠിക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ അഡീഷൻസ് വരുത്തുക. ഇപ്പോൾ തൽക്കാലം നമ്മൾ എലിമെൻ്ററി കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ നിർത്തുക. ഇതാണ് സബ്സെറ്റ് എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു കാര്യത്തിലേക്ക് കടക്കണം. ഈ നമ്പേഴ്സിൻ്റെ കേസിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ എന്തൊക്കെ പറയുമല്ലോ, അതുപോലെ സെറ്റിനകത്തുകൊണ്ട് ഓപ്പറേഷൻസ്. ആ ഓപ്പറേഷൻസ് ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ആ ഓപ്പറേഷൻസിനെ അഡീഷനും സബ്ട്രാക്ഷൻ എന്നല്ല പറയുക, അതിന് പേരൽപ്പം വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ഓപ്പറേഷൻസ് ആണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി പറയുന്നത് കേൾക്കുക. ഞാനൊരു സെറ്റ് എടുത്തു. എ എന്നുള്ള സെറ്റ് എടുത്തേക്കാണേ. ഈ സെറ്റിനകത്ത് സപ്പോസ് 1 2 3 3 എലമെൻറ്റുകളുണ്ട്. ആൻഡ് ബി ഈസ് അനദർ സെറ്റ്. ഈ സെറ്റിനകത്ത് 4 5 6 ഉണ്ട്, അല്ലെങ്കിൽ 4 5 6 7 എടുത്തട്ടെ. ഇത് നമ്മൾ ചെയ്യുന്ന അറിയാമോ, ഈ 2 സെറ്റുകളിലുമുള്ള എലമെൻറ്റുകൾ എല്ലാം കൂടി എടുത്തുകൊണ്ട് പുതിയൊരു സെറ്റ് ഉണ്ടാക്കാൻ പോവാം. 2 സെറ്റിലുള്ള എലമെൻറ്റ്സ് എടുക്കണേ. അപ്പോൾ 1 2 3 4 5 6 7 കണ്ടോ. ഈ പുതിയ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? എക്കകത്തുള്ള എലമെൻറ്റ്സും ബിക്കകത്തുള്ള എലമെൻറ്റ്സും കൂടി ഒന്നിച്ച് ചേർത്തുകൊണ്ട്, എല്ലാം കൂടി ഒന്നിച്ചെടുത്തുകൊണ്ട് പുതിയൊരു സെറ്റ് ഉണ്ടാക്കി. അങ്ങനെ ഒരു സെറ്റ് ഉണ്ടാക്കിയാൽ നൗ ദ ന്യൂ സെറ്റ് ഈസ് കോൾഡ് യൂണിയൻ ഓഫ് ദി സെറ്റ്സ്. യൂണിയൻ ഓഫ് ദി സെറ്റ്സ് എ ആൻഡ് ബി. എൻ്റെയും ബിൻ്റെയും യൂണിയൻ എന്ന് വിളിക്കും. അപ്പോൾ 2 സെറ്റുകളുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ ആ 2 സെറ്റുകളിലുമുള്ള എലമെൻറ്റുകൾ ഒന്നിച്ചെടുത്തുകൊണ്ട് പുതിയൊരു സെറ്റ് ഫോം ചെയ്താൽ ദ ന്യൂ സെറ്റ് ഈസ് കോൾഡ് യൂണിയൻ ഓഫ് ദ ഗിവൺ സെറ്റ്സ്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ട് ബൈ എ ഇട്ടിട്ട് ഇങ്ങനെ മുകളിലേക്ക്. യു അല്ല കേട്ടോ, നമ്മൾ നേരത്തെ സബ്സെറ്റിന്റെ സിമ്പിൾ ഉപയോഗിച്ചില്ലേ, അതെടുത്ത് മുകളിലേക്ക് വെച്ചേക്കുക. യു പോലെ ഇരിക്കും. ദാറ്റ് ഈസ് യൂണിയൻ. എ യൂണിയൻ ബി എന്ന് വിളിക്കും. അപ്പോൾ നോക്കേ, യൂണിയൻ ഓഫ് 2 സെറ്റ്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാൻ ഇത്രയേ ഉള്ളൂ. 2 സെറ്റിനകത്തുള്ള എലമെൻറ്റുകളെ ഒന്നിച്ച് കൂട്ടിയിട്ട് കൊണ്ട് ഒരു പുതിയ സെറ്റ് ഉണ്ടാക്കിയാൽ ദ ന്യൂ സെറ്റ് ഈസ് കോൾഡ് യൂണിയൻ ഓഫ് ദ സെറ്റ്സ്. ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി നോട്ട് ചെയ്തോണേ. ഇവിടെ സപ്പോസ് നോക്കേ 4ഉം 5ഉം കൂടെ ഉണ്ടായിരുന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ യൂണിയൻ എടുക്കുമ്പോൾ ആദ്യ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് 1 2 3 4 5 വരെ എഴുതി വെച്ചു. പിന്നെ ഇവിടെ എഴുതുമ്പോഴത്തേക്കാ 4 5 6 7 എഴുതണ്ടേ. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സെറ്റിനകത്ത് റെപ്പറ്റേഷൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഈ റെപ്പറ്റേഷൻ ഇവിടെ വരരുത്, അതങ്ങ് ഒഴിവാക്കിക്കോണം. അപ്പോൾ നേരത്തെ ഉള്ളത് ആദ്യം ഉള്ളത് എഴുതുമ്പോഴത്തേക്ക് 1 2 3 4 5 എഴുതി വെച്ചു. അടുത്ത വരുമ്പോൾ 4 5 ഉള്ളതുകൊണ്ട് ഈ 4 5 അങ്ങ് മാറ്റി വയ്ക്കുക, 6 7 എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തെ ഓപ്പറേഷൻ എ യൂണിയൻ ബി. എ യൂണിയൻ ബി, യൂണിയൻ ഓഫ് 2 സെറ്റ്സ് എന്ന് പറയുമ്പോൾ 2 സെറ്റുകളിലുമുള്ള എലമെൻറ്റുകൾ ഒന്നിച്ചെടുത്ത് പുതിയൊരു സെറ്റ് എഴുതി വെച്ചാൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് യൂണിയൻ ഓഫ് സെറ്റ്സ്. ഈ എ യൂണിയൻ ബിക്കകത്തുള്ള എലമെൻറ്റ്സ് ഒന്ന് നോക്കി. ഒന്നുകിൽ എക്കകത്തുണ്ടാവും, അല്ലെങ്കിൽ ബിക്കകത്തുണ്ടാവും അല്ലേ. എക്കകത്തുണ്ടല്ലോ, 2 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്, 5 ഇവിടെയും ഉണ്ട്, അവിടെയുണ്ട്, ഏതെങ്കിലും ഒന്നിനകത്തുണ്ടാവും, 6 ഇവിടെ ഉണ്ട്, 7 ഇവിടെ. അപ്പോൾ ശ്രദ്ധിക്കാൻ നോക്കേ, എ യൂണിയൻ ബിക്കകത്തുള്ള ഒരു എലമെന്റ് ആണ് എക്സ് എങ്കിൽ if x element of A union B, then either x element of A or x element of B. So this is another definition for A union B. X element of A union B means either x is element of A or x is element of B. ഈ or എന്ന് പറയുമ്പോൾ രണ്ടിനകത്തും വേണമെങ്കിൽ വരാം. കണ്ടോ, 4 രണ്ടിനകത്തുണ്ട്, 5 രണ്ടിനകത്തുണ്ട്, പ്രശ്നമില്ല. ആൻഡ് എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, ആൻഡ് പറയരുത്. സോ എക്സ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി മീൻസ് എയ്തർ എക്സ് എലമെന്റ് ഓഫ് എ ഓർ എക്സ് എലമെന്റ് ഓഫ് ബി. അപ്പോൾ എന്തേ യൂണിയൻ? യൂണിയൻ ഓഫ് 2 സെറ്റ്സ് മീൻസ് എയും ബിയും 2 സെറ്റുകളാണെങ്കിൽ 2 സെറ്റുകളിലുമുള്ള എലമെന്റുകളെ
ഒന്നിച്ചെടുത്തുകൊണ്ട് പുതിയൊരു സെറ്റ് ഫോം ചെയ്താൽ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് യൂണിയൻ ഓഫ് ടു സെറ്റ്സ്. ഓക്കെ, അപ്പോൾ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതുകൂടെ ഓർത്തോണം, ഇതും നമുക്ക് ആവശ്യമുള്ളതാണ്. എക്സ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി ഇംപ്ലൈസ് മീൻസ് എന്ത് അറൈവ് ചെയ്യാം? എക്സ് എലമെന്റ് ഓഫ് എ ഓർ എക്സ് എലമെന്റ് ഓഫ് ബി. ഒന്നിൽ എക്സ് എക്കകത്തുണ്ടാവും, അല്ലെങ്കിൽ എക്സ് ബിക്കകത്തുണ്ടാവും. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് എ യൂണിയൻ ബി. റൈറ്റ്? ശരി, ഇനി അടുത്തൊരു ഓപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് ആദ്യം ഡെഫിനിഷൻസ് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ യൂണിയൻ ക്ലിയർ ആയേ. ഇനി അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ഇവിടെയും നമുക്ക് രണ്ട് സെറ്റുകൾ ആദ്യം എടുക്കാം. എ എന്ന സെറ്റ് എടുത്തു. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 ആൻഡ് ബി ഈസ് അനദർ സെറ്റ് 3 4 6 7 8. നേരത്തെ നമ്മൾ യൂണിയൻ എടുത്തില്ലേ? യൂണിയൻ എടുത്തപ്പോൾ എന്ത് ചെയ്തു? എക്കകത്തുള്ള എലമെന്റുകളും ബിക്കകത്തുള്ള എലമെന്റുകളും കൂടി ഒന്നിച്ച് ചേർത്തുകൊണ്ട് വലിയൊരു സെറ്റ് ഉണ്ടാക്കി. അതാണ് എ യൂണിയൻ ബി. അപ്പോൾ ആ എ യൂണിയൻ ബിക്കകത്ത് എക്കകത്തുള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്, അതേസമയം തന്നെ ബിക്കകത്തുള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ല. ഈ രണ്ട് സെറ്റുകളിലും കോമൺ ആയി വന്നിരിക്കുന്ന എലമെന്റുകൾ, പൊതുവായി വന്നിരിക്കുന്ന എലമെന്റുകൾ എന്തൊക്കെയാണോ അവയെ മാത്രം എടുത്തുകൊണ്ട് ഒരു പുതിയ സെറ്റ് ഉണ്ടാക്കുന്നു. രണ്ട് സെറ്റുകളിലും പൊതുവായി വന്നിരിക്കുന്ന, കോമൺ ആയി വന്നിരിക്കുന്ന എലമെന്റുകൾ മാത്രം എടുക്കുന്നു എന്നിരിക്കട്ടെ. അപ്പൊ 3 എടുക്കാം അല്ലെ? 3 രണ്ടിടത്തുണ്ടല്ലോ. 4 എടുക്കാം. ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഈ എടുത്തിരിക്കുന്ന സെറ്റ് 3 4 എന്നുള്ള സെറ്റിന്റെ പ്രത്യേകത, ആ സെറ്റിനകത്തുള്ള എലമെന്റുകൾ എക്കകത്തും ഉണ്ടാകണം, ബിക്കകത്തും ഉണ്ടാകണം. എയിലും ബിയിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന എലമെന്റുകളുടെ കളക്ഷൻ എടുത്താൽ, സെറ്റ് എടുത്താൽ, ആ സെറ്റിനെ വിളിക്കുന്ന പേര് ഇന്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി. കണ്ടാ, നേരത്തെ യൂണിയൻ എന്നല്ലേ പറഞ്ഞത്, അതിന് പറയും ഇവിടെ പറയുന്നു ഇന്റർസെക്ഷൻ. സോ ആൻഡ് ഈസ് നോട്ട് ബൈ ദ സിമ്പൽ എ. ഇങ്ങനെ തിരിച്ചു കണ്ട, നേരത്തെ മുകളിലേക്ക് ഇട്ടില്ലേ, അതിന് തിരിച്ചാക്കണം. എ ഇന്റർസെക്ഷൻ ബി എന്ന് വായിക്കണം. മുകളിലേക്ക് ഇട്ടാൽ യൂണിയൻ എന്ന് വായിക്കണം. താഴേക്ക് വന്നാൽ ഇന്റർസെക്ഷൻ എന്ന് വായിക്കണം. സൈഡിലേക്ക് വന്നാൽ സബ്സെറ്റ് എന്ന് വായിക്കണം. ഇങ്ങോട്ട് വന്നാൽ സൂപ്പർ സെറ്റ് എന്ന് വായിക്കണം. അപ്പോൾ ആ സിമ്പൽ ഉണ്ടോ 4 ഡയറക്ഷനിൽ മാറ്റി വെച്ചു. ഇത് സബ്സെറ്റ്, ഇത് സൂപ്പർ സെറ്റ്, യൂണിയൻ, ഇന്റർസെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇന്റർസെക്ഷൻ എന്താണെന്ന് ക്ലിയർ ആയേ? ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എലമെന്റുകൾ എല്ലാം കൂടി ഒന്നിച്ചെടുത്ത് വെച്ചാൽ ദാറ്റ് ഇസ് ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. ഇതാണ് യൂണിയന്റെയും ഇന്റർസെക്ഷന്റെയും ഡെഫിനേഷൻ. അപ്പോൾ ഈ ഡെഫിനേഷൻ ഇരിക്കട്ടെ. ഈ ഡെഫിനേഷൻ വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ രണ്ട് ഓപ്പറേഷൻസാണ് ഉള്ളത്. അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളും ഒന്നുകൂടി ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യാം, എന്നിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ്? ഓക്കെ, താങ്ക് യു.